തുടങ്ങട്ടെ. ഹലോ എവരിബഡി, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ചെറിയ കറി ഉണ്ടാക്കാൻ പോവാണേ. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ കുഞ്ഞോൻ ചേട്ടൻ എന്നെ വിളിച്ചു, ഓമനപ്പെണ്ണെ ഇങ്ങോട്ട് വന്നേ, ഒരു പാവയ്ക്ക അവരുടെ തോട്ടത്തിൽ കണ്ടത്തിൽ നിന്ന് വിളവെടുത്തതാണേ. എന്നിട്ട് എല്ലാ അയിലൊക്കെ വഴി ഓരോ പാവയ്ക്ക ചേട്ടൻ കൊടുത്തു. അപ്പോൾ ഞാൻ ആ പാവയ്ക്കേനെ കൊത്തി അരിഞ്ഞ് ഉപ്പുനീറ്റിൽ പിഴിഞ്ഞെടുത്തിട്ട് സബോളയും പച്ചമുളകും കരിവേപ്പിലയും അല്പം ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് ഈ പാവയ്ക്കാനെ ഒന്ന് തിരുമ്മി ഒരുമിച്ച് മിക്സാക്കി എല്ലാം കൂടെ. എന്നിട്ട് നമ്മൾ അടുത്ത പടി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ചു കടുക് ഇട്ടേക്കുവാണേ. കടുക് പൊട്ടി കഴിയുമ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ച കൂട്ട് ഇതിൻ്റെ അകത്തുണ്ടല്ലോ, പാവയ്ക്കായ്ക്ക് അല്പം കയ്പുള്ളതാണ്. ചിലർക്ക് കയ്പ് അത്ര താല്പര്യമുള്ളതല്ല, ചിലർക്ക് കയ്പ് ഇഷ്ടമാണ് താനും. അപ്പോൾ കയ്പ് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് തേങ്ങ ചേർക്കണം. പിന്നെ ഇഞ്ചി നല്ലതാണ്. ഇങ്ങനെ തോരൻ വെക്കുന്നതിന് കയ്പ് കുറേ വലിച്ചെടുക്കും. ഇത് ഈ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ സംഭവം പാവയ്ക്ക കൂട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇടാൻ പോവണേ. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തെല്ലാ ചേരുവകളും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാ വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകേണ്ടത് തിരക്കായതുകൊണ്ടാണ് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കാത്തത്. പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി നീരല്ല ഒഴിക്കേണ്ടത്, പൊടിയുപ്പിട്ടിട്ട് നമ്മളിതിനെ ഇളക്കി കൂട്ടി ഈ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഞാൻ ഈ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇങ്ങനെ തോരനൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നല്ലത്. എന്നിട്ട് ഇത് ഇളക്കി നമ്മളിത് ഉണക്കിയെടുക്കണം. വെള്ളം ഒന്നും തൊടിച്ചേക്കുകയേ ചെയ്തേക്കരുത്. ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇരുന്ന് മുരിഞ്ഞ് നന്നായിട്ട് മുരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രയും കയ്പ് കുറഞ്ഞിരിക്കും. പാവയ്ക്കയുടെ ബേസ് സ്വഭാവം കയ്പാണല്ലോ, എങ്കിൽ പോലും കയ്പ് കുറഞ്ഞിരിക്കണമെങ്കിൽ നന്നായിട്ട് വരട്ടി ഇത് ഉണക്കിയെടുക്കണേ. ഓക്കെ, തുടങ്ങട്ടെ. ഹലോ എവരിബഡി, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ചെറിയ കറി ഉണ്ടാക്കാൻ പോവാണേ. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ കുഞ്ഞോൻ ചേട്ടൻ എന്നെ വിളിച്ചു, ഓമനപ്പെണ്ണെ ഇങ്ങോട്ട് വന്നേ, ഒരു പാവയ്ക്ക അവരുടെ തോട്ടത്തിൽ കണ്ടത്തിൽ നിന്ന് വിളവെടുത്തതാണേ. എന്നിട്ട് എല്ലാ അയിലൊക്കെ വഴി ഓരോ പാവയ്ക്ക ചേട്ടൻ കൊടുത്തു. അപ്പോൾ ഞാൻ ആ പാവയ്ക്കേനെ കൊത്തി അരിഞ്ഞ് ഉപ്പുനീറ്റിൽ പിഴിഞ്ഞെടുത്തിട്ട് സബോളയും പച്ചമുളകും കരിവേപ്പിലയും അല്പം ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് ഈ പാവയ്ക്കാനെ ഒന്ന് തിരുമ്മി ഒരുമിച്ച് മിക്സാക്കി എല്ലാം കൂടെ. എന്നിട്ട് നമ്മൾ അടുത്ത പടി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ചു കടുക് ഇട്ടേക്കുവാണേ. കടുക് പൊട്ടി കഴിയുമ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ച കൂട്ട് ഇതിൻ്റെ അകത്തുണ്ടല്ലോ, പാവയ്ക്കായ്ക്ക് അല്പം കയ്പുള്ളതാണ്. ചിലർക്ക് കയ്പ് അത്ര താല്പര്യമുള്ളതല്ല, ചിലർക്ക് കയ്പ് ഇഷ്ടമാണ് താനും. അപ്പോൾ കയ്പ് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് തേങ്ങ ചേർക്കണം. പിന്നെ ഇഞ്ചി നല്ലതാണ്. ഇങ്ങനെ തോരൻ വെക്കുന്നതിന് കയ്പ് കുറേ വലിച്ചെടുക്കും. ഇത് ഈ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ സംഭവം പാവയ്ക്ക കൂട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇടാൻ പോവണേ. എന്നിട്ട്